ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്നൊരു ആലു പൊറോട്ടയുടെ റെസിപ്പി പറഞ്ഞു തരാം. ഇതിൽ മൊത്തമായിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിത് അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു റെസിപ്പിൻ്റെ വീഡിയോസല്ല, എല്ലാം ഒന്നിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് ആദ്യം ഉള്ളി ഒന്ന് നല്ല ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരു 3 ഉള്ളി, മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളകും മല്ലിച്ചപ്പും ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ പ്രസ്സിങ് ചോപ്പറിലിട്ടിട്ട് മുറിച്ചെടുക്കുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ എനിക്ക് മുറിച്ച് കിട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഉള്ളിയും കൂടി ഫ്രൈ ആക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇൻഡക്ഷനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടി ബാലൻസ് ആക്കിയിട്ട് രണ്ട് കയ്യിലും ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ പൊട്ടാറ്റോ അല്ലേ, ഉരുളക്കിഴങ്ങ് അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കൈ നിറച്ച് ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഉരുളക്കിഴങ്ങ് ഇതിലൊരു 6-7 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മാഷ് ആക്കുക. എന്നിട്ട് ഒരു തവയുണ്ട്, എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഹിങ്ക്, മല്ലിപ്പൊടി, ആംചൂർ പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഞാൻ കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് വരെയില്ലേ നല്ലോണം ഈ താവി കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നു. ഈ മസാലകളൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മളിതൊന്ന് തീ ഓഫാക്കാൻ പാടില്ല കേട്ടോ. നല്ല ഉരുളക്കിഴങ്ങിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടാനും കൂടി വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ട് അവസാനം കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ആലു പൊറോട്ടയ്ക്കെല്ലാം നമ്മൾ മസാല പ്രിപ്പയർ ആക്കുന്നില്ലേ, അതിൽ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നിങ്ങളൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയുടെ മാവ് നല്ല ലൂസായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരത്താനൊക്കെ നമുക്ക് ഈസി ആവും. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വീണ്ടും കൈ കൊണ്ട്, കാരണമില്ലേ ഞാനിത് നല്ല സോഫ്റ്റായിട്ടാണ് ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുത്തിട്ടില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കണം. എന്നാൽ പൊട്ടിപ്പോവാതെ നമുക്ക് നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ആലു പൊറാട്ട കിട്ടും. എന്നാൽ നല്ല തിന്നായിട്ടുള്ള ആലു പൊറാട്ടയും കൂടി കിട്ടും കേട്ടോ. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തുമ്പോൾ നമ്മൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇട്ടിട്ടില്ല, ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ വീണ്ടും അവിടെയും പരത്തണം. എന്നാൽ നമുക്ക് സൈഡൊക്കെ നല്ല തിന്നായിട്ട് തന്നെ നല്ല കറക്റ്റ് ഒരു അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് റോളിലിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ ഇത് ഇപ്പോൾ ചുട്ടെടുക്കാൻ പോകുന്നത്. ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് വീണ്ടും അവിടെ ഇപ്പോൾ മീഡിയമിലാക്കി കൊടുക്കുന്നുണ്ട് തീ. എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ഈ ചപ്പാത്തി ഇപ്പോൾ ചൂടില്ലല്ലോ, എന്നാൽ തവി നല്ല ചൂടുണ്ട് പാത്രം. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് നല്ല തിന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു ക്രിസ്പി ടേസ്റ്റിൽ നെയ്യൊക്കെ തടവി കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു ക്രിസ്പി ടേസ്റ്റിലാണ് കേട്ടോ ഇപ്പോൾ ആലു പൊറോട്ട കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ മസാല ആണെങ്കിലും അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ട് നോക്കുക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി എടുക്കാം കേട്ടോ. ആലു പൊറോട്ടയിൽ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി കിട്ടാൻ പോകുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ചൂട് കോഫിയുടെ കൂടെ വേറെ ഒന്നും ഇല്ലാത്ത, കറിയൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള ആലു പൊറോട്ട കഴിച്ചോളാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് മല്ലിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന ഇതിങ്ങനെ ഒരു ടിന്നിലിട്ട് വെച്ചാലും ഇതിലില്ല ആ ഒരു കറുപ്പ് ആ ഒരു കളറായിട്ട് ഈ മല്ലിപ്പൊടി ഇങ്ങനെ മല്ലിയില്ല അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് ചൂടാക്കുക, എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ ആ ഒരു കറുപ്പ് കളർ ഈ മല്ലിയിൽ വരില്ല എന്നാണ് എൻ്റെ വിചാരം. അതൊന്ന് ട്രൈ ആക്കി നോക്കിയതാണ് ഞാൻ, എനിക്കറിയില്ല, ഇത് ഉണ്ടാക്കിയതും ഇന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതങ്ങനെ ഞാൻ എല്ലാം ഇത് നല്ല വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കുറച്ചും കൂടി തണുക്കുമ്പോൾ ഒരു ബോക്സിലോട്ട് ഒരു ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. എന്നിട്ട് വീണ്ടും ഇതിപ്പോൾ ഒരു വൈകുന്നേരത്തേക്കാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സമയത്താണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിശപ്പായിട്ടുണ്ടാവും ആ സമയത്ത്. പിന്നെ ചോറ് കഴിക്കാനാണെങ്കിൽ വിശപ്പ് തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ് ഈ വൈകുന്നേരത്ത്. പിന്നെ ഇങ്ങനെ ബിസ്ക്കറ്റും കോഫി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും മാഗീസൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ, അങ്ങനെ ഞാൻ മാഗിയും ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാ മാഗിയും വെള്ളത്തിലിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇടുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇത് നല്ലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം. ഇനി രാത്രിക്കേക്ക് ഞാൻ ചപ്പാത്തിയും ഹമ്മൂസും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വെളുത്ത കടല കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 3 പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളി, ചെറിയ പീസായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുക്കാക്കിയിട്ട് എടുത്തിട്ടാണ് ഞാൻ ഹമ്മൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ആഡ് ആക്കുന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ആക്കണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയല്ല, നെക്സ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാനിത് അപ്ലോഡ് ആക്കണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോസൊക്കെ ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാം. അപ്പോൾ മാഗീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഭയങ്കര ധൃതിയായിപ്പോവും. അപ്പോൾ ഇനി അവർക്ക് ഞാൻ വിളമ്പി കൊടുത്തിട്ട് ഇതിപ്പോൾ ഇവിടെ ഞാൻ വൈൻഡപ്പ് ആക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ. ഞാൻ വെറും റെസിപ്പീസായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വ്ളോഗ് രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇട്ട് പോവാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സബ്സ്ക്രൈബ് ആക്കണമെന്നും പറയുന്നില്ല. അതിൻ്റെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിലോ അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ആക്കണമെന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയാൽ എനിക്ക് സന്തോഷമാവും. പക്ഷേ നിങ്ങൾക്കതിൽ സന്തോഷം കിട്ടണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം കിട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈക്ക് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ഞാനിങ്ങനെ ഏത് വീഡിയോസ് നോക്കുമ്പോൾ ലൈക്ക് ഇടാറുണ്ട്. സബ്സ്ക്രൈബ് എനിക്കിഷ്ടപ്പെടുന്നതിന് മാത്രമേ ഞാൻ ആക്കാറുള്ളൂ. അപ്പോൾ ലൈക്ക് എല്ലാത്തിനും ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആരെങ്കിലും ലൈക്ക് ആക്കണേ എന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ ടേക്ക് കെയർ.